വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. അയർലൻഡുമായി പരാജയം ഏറ്റുവാങ്ങിയ ഇന്ത്യൻ ടീം അതിൻ്റെ ഹാങ് ഓവർ വിട്ടുമാറും മുന്നേ അടുത്ത മത്സരത്തിന് അയർലൻഡുമായി ഇറങ്ങേണ്ടി വരുന്നു. നാളെയാണ് അയർലൻഡുമായിട്ടുള്ള രണ്ടാം T20 മത്സരം. ഈ പരമ്പരയിൽ 2 T20 മത്സരങ്ങളാണുള്ളത്. ആദ്യ മത്സരത്തിൻ്റെ പരാജയത്തിന് കണക്ക് തീർക്കൽ ഇന്ത്യക്ക് അനിവാര്യമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ അയർലൻഡുമായി പരാജയപ്പെട്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ ടീമിനെ പരാജയത്തിലേക്ക് നയിച്ച കോച്ച് ഗൗതം ഗംഭീർ, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, ഈ മോശം റെക്കോർഡ് ഇവരുടെ പേരിലായി കഴിഞ്ഞു. അത് മാറ്റാൻ കഴിയില്ലെങ്കിലും അവസാന മത്സരം വിജയിച്ച് സമനിലയെങ്കിലും പിടിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇന്ത്യ നടത്തുക. ചില മാറ്റങ്ങൾ അനിവാര്യമായിരിക്കുന്നു എന്ന് ആരാധകർ സോഷ്യൽ മീഡിയകളിൽ നിരന്തരം ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ട് സൂര്യവംശിയെ കളിപ്പിച്ചില്ല എന്ന ചോദ്യമുയരുന്നു. ഓൾറൗണ്ടറുടെ പേരിൽ വാഷിംഗ്ടൺ സുന്ദറിനെ പോലത്തെ ഒരു കളിക്കാരനെ കളിപ്പിച്ച് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ള ചോദ്യവും ഉയരുന്നു സോഷ്യൽ മീഡിയകളിൽ. വാഷിംഗ്ടൺ സുന്ദർ എന്ന ഒരു ഓൾറൗണ്ടറെ കൊണ്ട് എന്തു നേട്ടമാണ് ഉണ്ടാക്കിയത്? ഒരു ഓവർ ബൗൾ ചെയ്ത് 19 റൺസ് വഴങ്ങുന്നു. നിർണായക ഘട്ടത്തിൽ ബാറ്റിങ്ങിനെത്തി അനാവശ്യമായി വിക്കറ്റും നഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ആ കളിക്കാരനിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ തിലക് വർമ്മയുടെ ചേസിംഗ് രീതിയെയും പരിഹസിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ചേസിംഗ് മാസ്റ്റർ കിങ് കോഹ്ലി ആകാനുള്ള ശ്രമമാണോ? എങ്കിൽ അതിനുള്ള കളി കളിക്കണം, എങ്കിൽ മാത്രമാണ് ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുക എന്നാണ് തിലക് വർമ്മയെ പരിഹസിച്ചുകൊണ്ട് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നിർണായക സമയത്താണ് ഒരു റിവേഴ്സ് ഷോട്ടിന് ശ്രമിച്ചുകൊണ്ട് തിലക് വർമ്മ വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അത്തരം ഒരു പരിഹാസ പോസ്റ്റുകൾ വരാൻ കാരണം എന്നതിൽ സംശയമില്ല. പക്ഷേ അവിടെയും ക്യാപ്റ്റൻസിയുടെ ഒരു പിഴവ് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. തിലക് വർമ്മയ്ക്ക് മുന്നേ അക്സർ പട്ടേലിനെ പരീക്ഷിക്കാമായിരുന്നു. അവിടെ ഒരു പക്ഷേ അക്സർ പട്ടേൽ വന്ന് വിക്കറ്റ് അവിടെ സേഫ് ആക്കിയിരുന്നെങ്കിൽ അവസാന നിമിഷത്തിൽ തിലക് വർമ്മക്കും ശിവം ദൂബയ്ക്കും ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കുമായിരുന്നു. ഐറിഷ് ബൗളിംഗ് ഒരു പാർട്ട്ണർഷിപ്പിനും അനുവദിക്കാതെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ ഒന്നൊന്നായി എറിഞ്ഞിടുന്ന കാഴ്ച തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ത്യയുടെ പല തന്ത്രങ്ങളും പാളിപ്പോയ മത്സരം തന്നെയായിരുന്നു. ടോസ് ലഭിച്ച് ബൗളിംഗ് തെരഞ്ഞെടുത്തതു മുതൽ അവിടുന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പിടിവിടുന്നതാണ് കണ്ടത്. അതിന് പുറമെ പ്രസീദ് കൃഷ്ണ എന്ന ബൗളർ 4 ഓവറിൽ 57 റൺസ് കൂടി വഴങ്ങിയപ്പോൾ ഐറിഷിന് പൊരുതാവുന്നതിലും അപ്പുറമാണ് സ്കോർ നേടാനായത്. ആദ്യം പിഴവ് പറ്റിയത് അവിടെയാണ്. പിന്നീട് ബാറ്റിങ്ങിൽ നിരന്തരം പിഴവുകൾ ആവർത്തിച്ചപ്പോൾ അയർലൻഡ് ടീം ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ആ പരാജയ മുറിവ് ഉണങ്ങുമ്പോഴേക്കാണ് അടുത്ത മത്സരത്തിന് ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. 2 മാറ്റങ്ങൾ നിർബന്ധമായും 11-ൽ ഉണ്ടാകും. സഞ്ജു സാംസനെ മാറ്റി ഒരു പക്ഷേ സൂര്യവംശിയെ കൊണ്ടുവന്നേക്കാം എന്നുള്ള ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ആ ഒരു സാധ്യത വളരെ വിദൂരമാണ്. സഞ്ജു സാംസനെ നിലനിർത്തും, അഭിഷേക് ശർമ്മയെയും നിലനിർത്തും. മറ്റൊരു സാധ്യത കാണുന്നത് ഒരു പക്ഷേ ഇഷാൻ കിഷനെയോ അതല്ലെങ്കിൽ തിലക് വർമ്മയെയോ. അതിലേറ്റവും കൂടുതൽ സാധ്യത തിലക് വർമ്മയെ മാറ്റി സൂര്യവംശിയെ 11-ൽ ഉൾപ്പെടുത്താനായിരിക്കും ശ്രമിക്കുക. മറ്റൊരു മാറ്റത്തിനുള്ള സാധ്യത ഇപ്രകാരമാണ്. വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റിക്കൊണ്ട് ഒന്നിരിക്കൽ ബൗളിംഗ് ശക്തമാക്കാൻ വേണ്ടി പ്രിൻസ് യാദവിനെ കൊണ്ടുവരും. അതല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റി മറ്റൊരു ഓൾറൗണ്ടറെ ആയിരിക്കും ഉൾപ്പെടുത്തുക. അത്തരത്തിലാണ് നീക്കമെങ്കിൽ അതിനേറ്റവും കൂടുതൽ സാധ്യത സൂര്യൻ ഷഡ്ഗയെ ഉൾപ്പെടുത്താനായിരിക്കും. ഇന്ത്യ എ ടീമിന് വേണ്ടി മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച ഓൾറൗണ്ടറാണ് സൂര്യൻ ഷഡ്ഗെ. നിതീഷ് കുമാർ റെഡ്ഡിക്ക് പരിക്ക് പറ്റിയ അവസാന നിമിഷത്തിലാണ് അയർലൻഡുള്ള സ്ക്വാഡിൽ ഇടം നേടിയത്. ഉറപ്പായിട്ടും 2 മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ 2 മാറ്റങ്ങൾ തന്നെയായിരിക്കും അത്. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യക്ക് വിജയിച്ചേ മതിയാകൂ. വിജയം അനിവാര്യമാണ്. ഈ പരമ്പര നേടാൻ കഴിയില്ലെങ്കിലും 1-1 എന്നുള്ള സമനില പിടിക്കാനെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ ഇംഗ്ലണ്ടുമായിട്ട് പരമ്പര കളിക്കാൻ നിൽക്കുന്ന ഇന്ത്യൻ ടീമിന് അത് ഏറ്റവും വലിയ ക്ഷീണമാകും. പുതിയ ക്യാപ്റ്റനായി എത്തിയിട്ടുള്ള ശ്രേയസ് അയ്യർക്കും അത് വലിയ നാണക്കേടായിരിക്കും. ക്യാപ്റ്റൻസിയെ തന്നെ ബാധിക്കാനും അത് സാധ്യതയുണ്ട്. അതിനാൽ തീർച്ചയായിട്ടും നാളെ നടക്കുന്ന മത്സരത്തിൽ ആധികാരിക വിജയത്തിന് വേണ്ടി തന്നെയായിരിക്കും ഇന്ത്യ ശ്രമിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.